ഹലോ ഗായ്സ്, ഇന്നത്തെ പരിപാടി അമീറിന്റെ കല്യാണം. അപ്പം നേരെ പോവാണ്. പതിയേക്ക് ക്ലീനിങ് കുട്ടി നേരെ ജാവേദിനെ വിട്ടു. ജാവേദാണ് നീറ്റിയിലെ മക്കളെ കട്ട പോസ്റ്റ്. അങ്ങനെ ജാവേദിനെ കൂട്ടി പുറത്തിറങ്ങിയ കിളിക്കാണ് പെരും ബേജാറ്. നിൽക്കാനും കൊടുക്കുന്നത് കാരൊക്കെ തീരും, വണ്ടിപ്പരിപ്പ് തീരും, ചക്കക്കൂട്ടി തീരും എന്ന് പറഞ്ഞിട്ട് ഓനാണ് വലിയ ബേജാറാക്കുന്നത്. ഓനെ സ്വൈര്യമായിട്ട് നേരെ വണ്ടി അടിച്ചു വിട്ട്. അതാ പതിയെ സൽമാനെയും കൂട്ടി നേരെ വിട്ടു. ഇതാണ് ചെക്കന്. പെണ്ണ് കെട്ടുന്ന ആളെ വെച്ച് ചിരിച്ച് പിരാന്തായത്. അപ്പൊ നിൽക്കാൻ നേരെ കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ നമ്മുടെ ടീം ഉളുപ്പില്ലാണ്ട് എത്തി തുടങ്ങി. ഇതാണ് റാഷിദ്. ഒരു റാഷില്ല, റാഷി പ്രസാദ്. പിന്നെ അടുത്ത് ഫുവാദിനെ ചിരിമലാണ് മെയിൻ പരിപാടി. ഇതിപ്പോ നമ്മളെ റാഫിന്റെ സ്വന്തം നിശ്വ, തൊലിച്ചി നിശ്വ. രാവിലത്തെ പിരാന്ത് മൂത്ത് നട്ടപിരാന്തായില്ല ചെക്കന്. അങ്ങനെ പരിപാടിക്ക് ഇനി വൈകുന്നേരം ഉള്ളതിനോട് നേരെ നമ്മൾ റാഫിന്റെ തൊലിച്ചിന്റെ വീട്ടിൽ കുറച്ചേരത്തിന് പോകുന്ന നേരെ വണ്ടി എടുത്ത് അങ്ങനെ ഓളെ വീട്ടിലെത്തി പോകണം. അതിനോട് വലിയ ഷോ ബൈക്ക് ഓടിക്കാൻ അറിയുന്നുള്ള കുളത്തിൽ 4-5 ഷോട്ട് ഇട്ട് ഇങ്ങനെ പോയി. കിളിയാണ് ഈ പെണ്ണാണ് വന്നായി മുളക് കെട്ട വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ കിളി വർത്തി. തലച്ചോറ് തിരിഞ്ഞ അനുസരിച്ച് എന്താ കുടിച്ചെന്ന് ഓർമ്മ മോരനും എനിക്ക് ഓർമ്മയില്ലെന്നാണ്. അങ്ങനെ 2 കട്ടനോടി കുടിച്ചു കഴിഞ്ഞപ്പോൾ ഔത്തറിച്ച് കയറുകൊണ്ട് ഉറങ്ങൂട്ടനെ കളി കളിക്കുന്നു. എന്താ കാട്ടണെന്ന് പറയുന്നത്. കിളിക്കാണെങ്കിൽ പിന്നെയും കടി കിട്ടിയിട്ടില്ല. ആ കടിയില്ല മറ്റേ കടിനെ. അങ്ങനെ അതിൻ്റെ ചൂടാറുന്നതിന് മുമ്പ് തൊള്ളൽ അണ്ണാക്ക് പോയിട്ട് അന്നനാളം പോലെ അടിച്ചാണ് അഷ്ഫാഖിനെ കണ്ടിട്ട് പിന്നെ നമുക്കൊന്നും ഉണ്ടാൻ പറ്റാതായി പോയത്. എന്ത് ചെയ്യാനാണ് ചെക്കൻ്റെ ചുണ്ടും ചുരന്നായിട്ട് ഏറുടിങ്ങിയതായിരിക്കണം. എന്താ കാട്ടി നമുക്കൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ചൂടാറുമ്പോൾ ഞാനൊരു സാധനം അണ്ണാക്ക് തിരിക്കും. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. അങ്ങനെ ശരി. പിന്നെ നിഷ്മനൊക്കെ അടുത്ത് അച്ചപ്പം ചെയ്യാൻ അതിന് എഡിറ്ററായിട്ടാണോ തോന്നുന്നത്. ഇപ്പം നല്ല എഫക്റ്റ് ഒക്കെ ഇട്ടാണ് അച്ചപ്പം തോന്നുന്നത്. ചെക്കനെ രാവിലത്തെ പിരാന്ത് മാറിയോന്ന് അറിയാതെ റിസപ്ഷനിൽ എത്തി നോക്കുമ്പോഴാണ് ഇവന് ക്യാമറ വിളിച്ചാട്ടിക്കണേ ഈ കോലം കണ്ടു. ഈ കോലം കണ്ടപ്പോൾ പകുതി സമാധാനം പഠിച്ചു. കാരണം എന്താ വെച്ചാൽ രാവിലത്തെ പിരാന്ത് എല്ലാവരും കണ്ടാണ്. അങ്ങനെ ഓനോട് ചോദിച്ചു മോനെ ആകെ പറഞ്ഞത് ഒരു അഫിഫുമാഷിന് ഒരു പെണ്ണ് നിങ്ങൾ സെറ്റ് ആയി കൊടുക്കണമെന്ന് മാത്രമാണ്, വേറെ ഒന്നും അല്ല. ഇതാണ് ടോം പറഞ്ഞ നമ്മൾ അഫീഫ് മാഷി സ്റ്റിൽ സിംഗിൾ ആണ്. ആർക്കും നമ്പർ ആണെങ്കിൽ ഐഡി വേണമെന്ന് ചോദിച്ചു ഞാൻ എല്ലാം തരാൻ റെഡിയാണ്. അങ്ങനെയെങ്കിലും ചെക്കൻ ഒരു ജീവിതം കിട്ടട്ടെ. അപ്പൊ ബാക്കിയൊക്കെ അടുത്ത് വിടില്ല. ഓക്കെ ബൈ.